എന്റെ മുഖം കണ്ട ആർക്കെങ്കിലും പേടി തോന്നും? കണ്ണിന്റെ മുഖമല്ലേ ഏട്ടന്റെ? ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. ഈ കാറ് കണ്ടിട്ട് വല്ല പരിചയം തോന്നല്ലോ. പരിചയം തോന്നാൻ കാർ നിന്റെ അമ്മായിയുടെ മോനാണ്. ഇവിടെ വെള്ളക്കറിഞ്ഞിട്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. പൂച്ചക്കിട്ട് തന്നെ കൊണ്ട. കഴിഞ്ഞ തവണ പൂച്ചയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. സംശയം മാറാൻ ഞാനൊരു കാറാണെന്ന് പറഞ്ഞല്ലോ. കെവിന് വരുന്നുണ്ടോ? നീ 2 മണി അടിച്ചു. അല്ലമ്മച്ചി, ഈ കാറ് ഞാൻ പെട്ടു. ഇത് കുർബാനയ്ക്ക് താമസിച്ച് ചെല്ലാനുള്ള അടവാ അമ്മച്ചി. ഒന്ന് വരുന്നുണ്ടോ നീ? ഇങ്ങോട്ട് വാ. ശല്യങ്ങളെല്ലാം പോയി. എന്ന് ഞായറാഴ്ച മതിയായിരുന്നു. ഇപ്പൊ തീർന്നേനല്ല. കോഴിക്കോട് പോലെയുള്ള ഈ വീട്ടില് എന്റർടൈൻമെന്റിന് ഒരു വഴിയുമില്ലല്ലോ. ആ ഫോണാണെങ്കിൽ നേത്രാവതി വാങ്ങിച്ചു വെക്കുകയും ചെയ്തു. വീഴ്ചാമിയാണല്ലോ. നീ എന്താ ഓടാത്തെ? ഞാൻ ഓടണോ? ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യാൻ വന്ന ഓടണ്ടേ? അങ്ങനെയുണ്ടോ? ആരാ കിഡ്നാപ്പ് ചെയ്യാൻ വരുന്നത്? ചെമ്പൻ വിനോദ് ബാബുരാജോ? അവരാരുമല്ല. പിന്നെ ഈ ഞാൻ. അയ്യേ, ഈ കൊച്ചിന് കിഡ്നാപ്പ് എന്താന്ന് മനസ്സിലായില്ലേ? നിനക്ക് കിഡ്നാപ്പ് എന്താന്ന് മനസ്സിലായോ? പിന്നെ ബേബീസ് ഡേ ഔട്ടിലും ഹോം അലോണിലും ഞാൻ എൻജോയ് ചെയ്ത സീക്വൻസാ. അങ്ങനെയും കിഡ്നാപ്പ് ഉണ്ടോ? ശരി, എന്നെ കിഡ്നാപ്പ് ചെയ്തോ? കിഡ്നാപ്പ് ചെയ്തോളാനാ എന്തോ കുഴപ്പമുണ്ടല്ലോ. ഹലോ, എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നില്ലേ? അങ്ങനെ ചുമ്മാ കിഡ്നാപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എന്ത് നടപടിക്രമം? നീ ഏഞ്ചൽ അല്ലേ? അതെ. അപ്പൊ കിഡ്നാപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ ജുവല. എന്ന് വെച്ചാ? ഞാൻ ജുവല, പക്ഷേ ഏഞ്ചല. എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യ്. അതായത് ഞാൻ ഏഞ്ചലായിട്ടുള്ള ജുവല. അല്ല, കിഡ്നാപ്പ് ചെയ്ത് എന്നെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നേ? നേത്രാവതിയുടെ അടുത്തേക്ക്. അപ്പൊ ഇവിടെ അല്ല അഭിനയിക്കേണ്ടത്. നേത്രാവതിയുടെ അടുത്തേക്ക് എന്നെ എന്തിനാ കൊണ്ടുപോകുന്നേ? അല്ല, അപ്പൊ ഇത് അഭിനയമല്ലേ? അഭിനയോ? ഞാൻ സീരിയസാ. നിങ്ങൾ എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നേ? നീ ഏഞ്ചൽ അല്ലേ? പക്ഷേ ഞാൻ ജുവലാണല്ലോ. അത് ഞാൻ സമ്മതിക്കില്ല. നീ ഏഞ്ചൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ?
ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഏട്ടാ ഞാൻ ജൂവലാടോ, ഞാൻ ഏഞ്ചലല്ല, ഞാൻ ജൂവലാ. എടാ പൊട്ട, ഞാൻ ഏഞ്ചലല്ലാന്ന്. ഞാൻ ഏഞ്ചലല്ല, ജൂവലാ. ഞാൻ ഏഞ്ചലല്ല. നീ അവിടെ എത്തുന്നവരെ മിണ്ടരുത്. നിന്നെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലേ നേത്ര എന്താ എനിക്ക് തരാൻ പോകുന്നത് കണ്ടോടി നീ. കേട്ടോടി, അവിടെ കിടക്ക്. മാതാവേ, ഇവിടെ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുന്നത്? നാളെ പോലീസ് സ്റ്റേഷനിൽ പോയി തന്നെ നമുക്ക് പറയാം മോളെ. വ്യക്തമായ തെളിവ് കൊടുക്കണം. ഈ സംഭവത്തിൽ കുറ്റക്കാരാരായാലും ശിക്ഷിക്കപ്പെടണം. മോളുടെ പപ്പയ്ക്ക് വേണ്ടിയിട്ടാ. നീ കൂടി നഷ്ടപ്പെട്ട പിന്നെ ഞങ്ങൾക്ക് ആരാ മോളെ? ഇവിടുന്ന് പുറത്തിറങ്ങിയ എപ്പോഴാ ചാമിയുടെ കണ്ണിൽ പെടാന്ന് പറയാൻ പറ്റില്ല. കുട്ടി, ഇങ്ങ് വാ. കുട്ടി ഏതാ? ഞാൻ ഇവിടെയൊക്കെ തന്നെയുള്ള ആളാ. ഇവിടെയൊക്കെ തന്നെയെന്ന് വെച്ചാ കഴിഞ്ഞ ദിവസം രാത്രി കുട്ടി എങ്ങനെ ഇതിന്റെ ഉള്ളില് വന്നത്? ഇവിടെ വലിയൊരു നായുണ്ട്, പിന്നെ കാവലിനൊരു തോട്ടക്കാരനും. അതൊക്കെ വന്നൊന്ന് കൂട്ടിക്കോ. അല്ല, കുട്ടി എന്തിനാ വന്നത്? എന്തിനാ എപ്പോഴും ഈ നാരകമരത്തിന്റെ ചോട്ടില് നിൽക്കുന്നത്? ഈ മരത്തിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിനു മുമ്പ് എനിക്ക് കുട്ടിയെ കൊണ്ട് ഒരു സഹായം വേണം. മോളെ, ജുവൽ, ജുവലേ, മോളെ. എന്റെ എന്ത് സഹായ കുട്ടിക്ക് വേണ്ടത്? അത് ചോദിക്കണേനൊന്നും മറുപടി പറയാത്തത്? എല്ലാരും എന്നോട് ചോദിച്ചു കുട്ടി ആരാ, എങ്ങനെ ഇവിടെ വന്നേന്നൊക്കെ. മോൾ ആരോടാ സംസാരിക്കുന്നേ? കുട്ടിയോട്. ഏത് കുട്ടിയോട്? എവിടെ? ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നു, ഇപ്പൊ എങ്ങോട്ടോ പോയി. ചുമ്മാ കളിപ്പിക്കല്ലേ മോളെ. വന്നേ, നമുക്ക് അകത്തേക്ക് പോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഇവിടെ ഉണ്ടായിരുന്നു. ആ ആയിക്കോട്ടെ, വാ. നടക്ക് നടക്ക്, നേരെ നോക്ക്. പിന്നില്ലാതെ ഈ വേലിച്ചാമി പോയ ഒരു കാര്യം സാധിക്കാതെ വരും. അതിന്റെ വിശേഷം ഒന്നും പറയണ്ട. പൂങ്കുടി, കാണ് ഏഞ്ചൽ. ഇതെന്താണോ പരസ്യവാചകം പോലെ?
തനിക്ക് സംശയം വല്ലതുണ്ടോ ഇത് ഏഞ്ചൽ അല്ലാന്ന്? എനിക്ക് സംശയമൊന്നുമില്ല നേത്ര. പിന്നെ ഇവൾക്ക് സംശയമുണ്ടോന്നൊരു സംശയം. അതെന്താ? ഇവളെ പിടിച്ചോണ്ട് വരാൻ തുടങ്ങിയപ്പോ മുതൽ ഇവള് പറയാ ഇവള് ജൂവലല്ല ഏഞ്ചലാണെന്ന്. എടോ, ഏഞ്ചലിനെ തന്നെയല്ലേ നമുക്ക് വേണ്ടത്? അല്ലല്ലല്ല, ഏഞ്ചലല്ല ജൂവലാണെന്ന്. മരമണ്ടൻ. എടോ, ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഏഞ്ചലാണോ അതോ ജൂവലാണോ? ജൂവലാ നേത്ര. ഏ? അല്ല, ഏഞ്ചലാ. ചാമി, ഈ കുട്ടിപ്പിച്ചാജ് കൺഫ്യൂഷൻ ആക്കിയതാ നേത്ര. അല്ലെങ്കിൽ ഞാൻ കറക്റ്റാ. എടുത്തോണ്ട് പോടാ ഇവിടുന്ന്. പൂങ്കുടി, അവളെ സൂക്ഷിച്ചോണം. വിളഞ്ഞ വിത്ത. എനിക്ക് പുറത്തേക്കൊന്ന് പോണം. ഞാൻ നോക്കിക്കൊള്ളാം നേത്ര. ഏഞ്ചല് ജൂവല്, ജൂവല് ഏഞ്ചല്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. മനുഷ്യ, ഒരു കാര്യം ഇപ്പൊ പറയണം. നിങ്ങൾ കൊണ്ടുവന്നത് ഏഞ്ചലിനെയാണോ അതോ ജുവലിനെയാണോ? ഏഞ്ചല്. ആശ്വാസമായി. ഇനി ഏഞ്ചലിന് പകരം ജുവലിനോ മറ്റോ ആണോ നിങ്ങൾ പിടിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ നേത്ര നമ്മുടെ ഇടപാട് തീർക്കും. അതെന്താ പൂങ്കടി? മനുഷ്യ, ജുവലിനെ ആണോ ഏഞ്ചലിനെ അല്ലേ നേത്രയ്ക്ക് വേണ്ടത്? ആണോ? ദേ മനുഷ്യ, പിന്നെയും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏഞ്ചൽ തന്നെയല്ലേ? അതേന്ന്. പൂങ്കടി, ഇനി എന്താ സംശയം? ഈ ജോൺസന്റെ മോള് ജുവലല്ലേ? ഓ, വന്നു അല്ലേ? പറഞ്ഞല്ലേ നിന്നോട് ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടുപോരുതെന്ന്. എന്തായിരുന്നു നിനക്ക് പറയാനുള്ളത്? അതാണ് എന്റെ പോളിസി. ഇംഗ്ലീഷോ? ഈ ഏഞ്ചൽ തന്നെയല്ലേ? ആണെങ്കിൽ നിന്റെ അവസാനം നിന്നെ ഒരിക്കലും ഇവിടുന്ന് പുറത്തിറക്കി വിട്ടതല്ലേ? അതിന്റെ പേരില നേത്രാവതി അമ്മ എന്നെ ഇവിടെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്നത്. എന്നോട് പിണങ്ങിയത്, ഒരിക്കലും അടുക്കാനാവാത്ത വിധം അകന്നത്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നേത്രാവതി അമ്മയ്ക്ക് സ്നേഹം എന്നോടായിരുന്നില്ല, പണത്തിനോടായിരുന്നു. ഇപ്പൊ നിന്നെ സ്നേഹിക്കുന്നതും അതിനു വേണ്ടി തന്നെയാ. അത് കഴിഞ്ഞ നീ വെറും ചണ്ടി. What's your problem? I have no issues with Netravati. Only problem with that filthy man, Pelichami. അതെനിക്ക് മലയാളത്തിൽ പറയടി. അവളുടെ ഒരു ഇംഗ്ലീഷ് മീഡിയം. Oh, you can't follow it? ഇടിച്ചിന്റെ മൂക്കിയാൻ മരത്തും. ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താ? എന്റെ ഈ കയ്യിലെ കെട്ടൊന്ന് അയച്ചു തരോ? ഇനി എന്താ? ഇനി സോറി, മൂക്കിടിച്ച് പരത്താൻ നിന്റെ അത്രയോ പൊക്കമില്ല എനിക്ക്. തൽക്കാലം ഇത് വെച്ച് നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും.
നിന്റെ ഈ കാപ്പിരി മുടിയും വെച്ച് എന്നോട് ഡയലോഗ് അറിയാൻ വന്നാലുണ്ടല്ലോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കും. ഇംഗ്ലീഷിലോ മലയാളത്തിലോ വേണമെങ്കിൽ ഹിന്ദിയിലോ. ചോദിക്കാൻ വന്നാ ഇനിയും നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അത്രയ്ക്കായോടി അവളുടെ ഒരു പൂച്ച കണ്ണും കോലം മുടി. എന്റെ മുടി വീഴടി. ഓടി, ഇടിച്ചോലേ. വീഴടി. വീഴടി. എന്നതാ മനുഷ്യ ഭൂമി ഉൽക്കാൻ തോന്നുന്നു. ഈ മനുഷ്യനെ കൊണ്ട് ഭൂമിയുടെ നമുക്ക് ഓടാം, വാ. ആരുടെ ദുഷ്ടത്തി? ഓടി. വിട്ടാൽ. ഇട്ടി. എന്താണ് കാണിക്കുന്നേ? പാടി വിഴുങ്ങിയതുപോലെ നിൽക്കാതെ മൂന്ന് മാറ്റി മനുഷ്യ. എനിക്ക് പേടിയാ, പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചതവ് മാറി. വിടാനല്ലേ പറഞ്ഞത്? എട്ടി. നിനക്ക് ഞാൻ വെച്ചിട്ടില്ലേ? ഓടി. വിട്. ആര് മനുഷ്യ? എന്താ പിള്ളേരെ ഈ കാണിക്കുന്നത്? എന്താ പിള്ളേരെ ഇത്? എന്താ? രണ്ടിലൊരെണ്ണം തീർന്നേനെ ഇപ്പൊ. ഇവളെന്നെ ആദ്യം ഇടിച്ചത്. She mocked me. എന്റെ ഇംഗ്ലീഷ് ഇവൾക്ക് ഇഷ്ടമല്ല. എന്നെ പഠിപ്പിക്കാൻ വന്നു ഇവള്. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? മനുഷ്യ ഇത് ഏഞ്ചൽ അല്ല ജുവല. ഞാൻ ഈ ഇടത്തിനോട് 100 വട്ടം പറഞ്ഞതാ ഞാൻ ഏഞ്ചൽ അല്ല ജൂവലാണെന്ന്. അല്ല പൂങ്കുടി, ഇത് ജൂവലല്ല, ഏഞ്ചലാ. പൊട്ടത്തരം പറയില്ല മനുഷ്യ. ഏഞ്ചൽ നുണ പറയില്ല. ഏഞ്ചൽ ആണെങ്കിൽ അവൾ ഏഞ്ചൽ തന്നെയാണെന്ന് പറയും. ഏഞ്ചൽ ആണെങ്കിൽ കുഞ്ഞാറ്റയോട് വഴിക്കിന് പോവും അവൾ. അടിയെടുക്കാൻ ചെന്നാലും നിന്ന് കൊടുക്കുകയുള്ളൂ അവൾ. അത് ശരിയാണല്ലോ. അപ്പൊ ഏഞ്ചൽ എവിടെ പോയി? അത് എന്നോടാണോ ചോദിക്കുന്നത്? നീ ജുവലാണെങ്കിൽ എന്തിനാ മാധവിന്റെ മുമ്പ് പ്രാർത്ഥിച്ചേ? ഏഞ്ചൽ മാത്രം മാതാവിന് മുന്നിൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പിള്ളേരെല്ലാം ഏഞ്ചലാണോ? അവരെല്ലാവരും ഇയാളെ പിടിച്ചോണ്ട് പോവോ? സമാധാനം പറ മനുഷ്യ. ആകെ കുഴഞ്ഞല്ലോ ദൈവമേ. നേത്ര അറിഞ്ഞാ എന്താ ഉണ്ടാവുന്ന അറിയോ? ഓ, എന്താ ഇപ്പൊ ചെയ്യാ? എത്രയും പെട്ടെന്ന് ഇതിനെ ഏഞ്ചലിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്. ഏഞ്ചലിനെ കിട്ടിയിട്ട് ചാടിപ്പോയിന്ന് പറഞ്ഞാ മതി. ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ടുപോകാൻ വരട്ടെ. അക്കൗണ്ടിലെ 2 ഇടി ബാലൻസാ, അത് സെറ്റിൽ ചെയ്യട്ടെ. വാടി, ബാലൻസ് കൂടി തരാടി. ഇനി നീ ഒന്നും ചെയ്യണ്ട. നേത്ര വന്നിട്ടുണ്ട്. ബാക്കി നേത്ര ചെയ്തോളൂ. പൂങ്കുടി, ചാമി, ഇങ്ങോട്ട് വാ. നേത്ര ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അതെ പൂങ്കുടി, ഞാൻ ഇന്ന് നല്ല സന്തോഷത്തിലാണ്. ആ, നിങ്ങൾ എന്ത് ചോദിച്ചാലും തരും. അത്രയ്ക്ക് സന്തോഷത്തില. ചോദിക്കട്ടെ? ഒന്ന് അടങ്ങിയിരിക്കും മനുഷ്യ. പതുക്കെ സമാധാനമായിട്ട് വാ. എന്താ ചാമി? എന്ത് ചോദിച്ചാലും തരുമെന്ന്. സംശയം എന്താ? ചാമിക്ക് എന്താ വേണ്ടത്? പണമോ, സ്വർണമോ, വസ്ത്രമോ? എന്ത് വേണമെങ്കിലും ചോദിക്കാം. എനിക്കതൊന്നുമല്ല നേത്ര വേണ്ടത്. പിന്നെ എന്താ ചാമി? ഏഞ്ചലിനെ പിടിച്ചോണ്ട് വരാൻ ഒരവസരം. അപ്പോ ഇവിടെ ഉള്ളത്? ഇനി ഞാനൊരു രഹസ്യം പറയാം. അത് ഏഞ്ചലല്ല, ജൂവല. ഞാൻ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ലെന്ന്. നേത്രയോട് നമ്മൾ കാര്യം പറഞ്ഞാൽ മതി, നേത്രയ്ക്ക് മനസ്സിലാവും. എടോ മരം മണ്ട, തന്നോട് ഞാൻ 1000 വട്ടം ചോദിച്ചതല്ലേ അത് ഏഞ്ചലാണോ അതോ ജുവലാണോന്ന്? നേത്ര ഇന്ന് വലിയ സന്തോഷത്തിലാണെന്ന് പറഞ്ഞിട്ട്. എടോ എടോ എടോ, എന്റെ സന്തോഷത്തിന്റെ കാരണം എന്താ? ഏഞ്ചലിനെ കിട്ടിയത് കൊണ്ട്. അപ്പൊ താൻ എന്റെ മുന്നിൽ വന്നതെന്ന് വിരിഞ്ഞെന്ന് പറയാ. കുട്ടി മാറിപ്പോയത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് കൊത്തേക്കട്ടെ പൂങ്കുടി. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് അവൾ എവിടെ? ജുവല് ഞാനിവിടെ ഉണ്ട്.
പറഞ്ഞില്ലേ നീ ഏഞ്ചൽ എല്ലാം ജുവലാണെന്ന്? അത് കേൾക്കണ്ട ഇറസ്പോൺസിബിൾ ഫെലോ. പോട്ടെ മോളെ, ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ലേ. സാരമില്ല കേട്ടോ. മോള് വന്നതുകൊണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാലോ. ആ, ഓർമ്മിപ്പിച്ച് നന്നായി. വിശേഷങ്ങൾ ഇങ്ങനെ അറിഞ്ഞാ പോരാ. പിന്നെ എനിക്ക് എന്റെ ഫോൺ തിരിച്ചു വേണം. മോളെ, ആ ഫോൺ കൊണ്ട് ഇവിടെ ആർക്കും പ്രയോജനം ഉണ്ടായിട്ടല്ല. ഏഞ്ചല് ഫോൺ ഉപയോഗിക്കത്തില്ല, അതുകൊണ്ടാ. ആര് പറഞ്ഞു ഏഞ്ചൽ ഫോൺ ഉപയോഗിക്കത്തില്ലാന്ന്? അത് അങ്ങനെയാണ് ആ ക്യാരക്ടർ. നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കുവാണല്ലേ? പറ്റിക്കാനോ? ഏഞ്ചൽ എന്ന പേരില് വേറൊരു കൊച്ചില്ലേ? ഇതാരാ നിന്നോട് പറഞ്ഞത്? ഞാൻ എന്താ പൊട്ടിയാണോ? പിന്നെ ഏത് ഏഞ്ചലിനെ പിടിച്ചോണ്ട് വരേണ്ട കാര്യം നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്? അത് നിനക്ക് മുമ്പ് വേറൊരു കുട്ടിയാണ് ഏഞ്ചലിന്റെ ക്യാരക്ടർ ചെയ്തോണ്ടിരുന്നത്. കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇടയ്ക്ക് അവള് മുങ്ങിക്കളഞ്ഞു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പോലീസും ഒക്കെ ഇപ്പൊ എന്റെ പിന്നാലെയാ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാ ഞാൻ സമാധാനം പറയേണ്ടി വരും. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് വീട്ടുകാരെ ഏൽപ്പിക്കാനാ ഞാൻ വേലിച്ചാമിയെ നാട് മുഴുവൻ ഓടിക്കുന്നത്. അപ്പൊ ചാമ്മ എന്നെ കണ്ടിട്ട് ഏഞ്ചലാണോന്ന് ചോദിച്ചതോ? അത് മോളെ, അവളെ കണ്ടാ നീയുമായിട്ട് നല്ല സാമ്യോ. അതുപോലൊരാള് തന്നെ ആ ക്യാരക്ടർ ചെയ്യണോന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാ നിന്നെ കണ്ടപ്പോ എനിക്ക് അത്രയ്ക്ക് സന്തോഷം തോന്നിയത്. പക്ഷേ ചാമ്മ എന്തിനാ വീട്ടിൽ വന്നത്? അവളെങ്ങനെ അവിടെ വരാനാ? അവിടെ എങ്ങാനും കറങ്ങിത്തിരിഞ്ഞ് വന്നാലോന്ന് സംശയിച്ചിട്ടാ. അവളുടെ പേര് പറഞ്ഞിട്ടാണോ ആ കറുത്തൊടുപ്പിട്ട പെണ്ണ് എന്നോട് വഴക്കിന് വന്നത്? അതെ മോളെ, നിന്നെ പോലെ റിഹേഴ്സൽ ക്യാമ്പൊക്കെ ആയിട്ട് അവൾ ഇവിടെ കുറച്ചുനാൾ ഉണ്ടായിരുന്നു. അപ്പോ അവൾ ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളാ. അവളെ ഒന്ന് കാണണം.